ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ആഷാസ് ക്രിയേഷൻസ്. ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസൺ അല്ലേ, ഒരുപാട് ചക്കയൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ലേ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരുപാട് പച്ച ചക്കയും പഴുത്ത ചക്കയും ഒക്കെ കിട്ടി തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പകുതി ചക്കയായിട്ട് എടുക്കുന്നത്, എന്നിട്ട് അത് വെച്ചിട്ടാണ് പുഴുക്കുണ്ടാക്കുന്നത്. ഈ ചക്കപ്പുഴുക്കിന് തന്നെ ചക്ക വേവിച്ചതെന്നൊക്കെ പറഞ്ഞേക്കാം കേട്ടോ. പലയിടത്തും പല പേരുകളിലൊക്കെ ആയിരിക്കും ഇതൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പകുതി ചക്ക മുറിച്ചിട്ട് അതിൻ്റെ ആ ഒരു ചവണിയും കുരുവും ഒക്കെ കളഞ്ഞെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഒരു 3 കഷ്ണമൊക്കെ ആയിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് വെച്ചാൽ മതി. ഒരുപാട് ചെറുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചക്കക്കുരുവും കൂടി ഇടണം കേട്ടോ. ഒരു 5-6 ചക്കക്കുരുവൊക്കെ ഇട്ട് വെച്ചാൽ മതി. ഇതുപോലെ കട്ട് ചെയ്ത് അങ്ങോട്ട് ഇടണം കേട്ടോ. അത് ഈ ചക്ക വേവിക്കുമ്പോൾ അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് പണ്ട് തൊട്ട് എല്ലാവരും പറയാറുള്ളത് കേട്ടോ. അതിൻ്റെ റീസണൊന്നും അറിയില്ല. ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും അതുപോലെ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം. എന്നിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ ഒരു 6 ചുവന്നുള്ളിയുടെ പകുതി വെളുത്തുള്ളി, അതായത് 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, ഒരു 3 പച്ചമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തിട്ട് ഇത് ഒരു എന്താ പറയുക, ചതച്ചെടുക്കുക, ഒതുക്കിയെടുക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ എടുക്കണം കേട്ടോ. ശരിക്കും കൂടെ അരഞ്ഞു പോകരുത്, അങ്ങനെ എടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1 മുറി തേങ്ങയാണ് ചേർക്കുന്നത്, അതായത് ഒരു തേങ്ങയുടെ പകുതി തേങ്ങ ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരിക്കും നമ്മുടെ ചക്കയൊക്കെ വെന്ത് അതിൻ്റെ ഒരു വിസിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അതങ്ങോട്ട് തുറന്നു കേട്ടോ. 2 വിസിലാണ് വേവിച്ചെടുത്ത് കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആ അരച്ചെടുത്തത് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പ് ഒരിക്കലും ഒരുപാട് കൂടെ അരഞ്ഞു പോകരുത് കേട്ടോ. അതുപോലെ അരപ്പിൽ വെള്ളം ഒഴിക്കരുത്, വെള്ളം ഒഴിക്കാണ്ട് വേണം അരച്ചെടുക്കാനായിട്ട് കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് എന്താ പറയുക, മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചിട്ടും കൂടെ ഒഴിക്കൂലേ, അപ്പോൾ അങ്ങനെയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ ഇത് നമ്മൾക്ക് നന്നായിട്ടത് മിക്സാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് ഞാനിപ്പോൾ കഴിച്ച് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട് കേട്ടോ. അപ്പോൾ അതിനോട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു ഉപ്പ് വെള്ളമാട്ടോ ഇനി ഒഴിക്കാമുള്ളൂ. ഒരിക്കലും ഉപ്പായിട്ട് പിന്നെ കൊണ്ടുപോയിടരുത്. അതായത് നമ്മൾ പൊടിയുപ്പാന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കരുത്. അന്നേരം എല്ലായിടത്തോടെയും ഒന്നും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിടിച്ചിരിക്കും, കറക്റ്റായിട്ട് ഒഴിക്കില്ല. അപ്പോൾ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ കണ്ടോ, നല്ലപോലെ കുഴഞ്ഞ് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇങ്ങനെ വെത്തറിയിട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കുക കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ മൂടി വെച്ചതിന് ശേഷം തുറന്നെടുക്കുക. അപ്പോൾ നല്ലൊരു മണം കേട്ടോ. അത് തുറക്കുമ്പോൾ തന്നെ എന്താ രസം എന്ന് പറയുമ്പോൾ ആ വെളിച്ചെണ്ണയും അതുപോലെ ആ കറിവേപ്പിലയുടെയൊക്കെ നല്ലൊരു മണമൊക്കെയാണ്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലായിട്ട് മാറ്റാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചക്കപ്പുഴുക്കാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ നോൺ വെജൊക്കെ കഴിക്കുന്നവർക്കാണെങ്കിൽ മീനോ ഇറച്ചിയൊക്കെ കൂട്ടി, മീൻകറി ഇറച്ചിക്കറിയൊക്കെ കൂട്ടി കഴിക്കാം. ഇനി അതല്ലാത്തവർക്കാണെങ്കിൽ ഒരു മാങ്ങാച്ചാറ് കൂട്ടി കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് ഒരു കറികളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലാതെ തന്നെ ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആയിഷാസ് ക്രിയേഷൻസ്.